ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ്. ചെറുനാരങ്ങ കൊണ്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അച്ചാർ ഉണ്ടാക്കുന്നതിനായി ആദ്യം ചെറുനാരങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു 250 മില്ലി നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 200 മില്ലി നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചെറുനാരങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ ചെറുനാരങ്ങയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചെറുനാരങ്ങ ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ കിടന്നൊന്ന് നന്നായി ഒന്ന് വേവണം. അങ്ങനെ ഇറക്കി കൊടുത്ത് നന്നായി വേവിച്ചെടുക്കണം. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് കഴിക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നാരങ്ങയൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് വെന്തോ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി അച്ചാർ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ നാരങ്ങ വേവിച്ച അതേ എണ്ണയിലാണ് നമ്മളിപ്പോൾ വറുത്തെടുക്കാൻ പോണത്. ആദ്യം ഒരു കായം മൂപ്പിച്ചെടുക്കുക, ഒരു കഷ്ണം. ഈ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ, ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്, ഉലുവ നന്നായി മൂകുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 8-10 വെളുത്തുള്ളി നടുകെ കീറിയത് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കും. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുകയാണ് നല്ലത്. അതാകുമ്പോൾ കുറേ നാൾ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി ഒരു 50 ഗ്രാം കാശ്മീരി ചില്ലി ചേർക്കാം. വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി കൂടുതൽ ചേർത്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. തീ വളരെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ വേഗം കരിഞ്ഞു പോകും. കായം പൊടിച്ചത് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് എപ്പോഴും കുറച്ച് കൂടുതൽ ഇടുന്നതാണ് നല്ലത്, കാരണം അച്ചാറിൽ പുളിയൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോഴേക്കും ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പ് ആദ്യം തന്നെ കുറച്ച് കൂടുതൽ ഇടുകയാണ് നല്ലത്. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിരുന്നു. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചെറുനാരങ്ങ കഷ്ണങ്ങളാക്കിയതാണ്. നാരങ്ങയുടെ വലുപ്പത്തിനനുസരിച്ച് 4-6 പീസാക്കാം. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 1 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇങ്ങനെ തന്നെ ചൂടാറുന്നവരെ ഇതേപോലെ വെക്കണം, അടച്ച് വെക്കരുത്. കാരണം അതിൽ നീരാവി ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ചാർ വേഗം കേടുന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ചൂടാറിയതിന് ശേഷം മാത്രം പാത്രത്തിലാക്കി സൂക്ഷിക്കാം. ഇങ്ങനെ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ മാസങ്ങളോളം കേടുവരാതിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.